ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അനേകായിരങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ എല്ലാം ഇരുന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപോലെ പ്രാർത്ഥന ഉയരുന്ന ഒരു മണിക്കൂറിലും മിനിറ്റിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ മറ്റെന്തെങ്കിലും കേൾക്കുന്ന ഒരു ലാഘവത്തോടെ അല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി, എന്ത് കാര്യവും പ്രാർത്ഥിച്ചൊരുങ്ങി അതിനെ സ്വീകരിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, ഇപ്പോഴത്തെ നിങ്ങളുടെ ഭവനം കടന്നു പോകുന്ന ആ സാഹചര്യം, അത് അനുഗ്രഹമുള്ളൊരു സാഹചര്യമോ സന്തോഷമുള്ളൊരു സാഹചര്യമോ അതോ ദുഃഖമുള്ളൊരു സാഹചര്യമോ, എല്ലാം കൊണ്ടും കലങ്ങി മറിഞ്ഞു കിടക്കുന്ന, കലക്കവെള്ളം പോലെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവനെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെടുക്കുന്ന എന്തേലും കേട്ട് എന്തേലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് പാളിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ ഒരു സ്വരമാണേലും ഞാൻ പറയുന്നത് മുഴുവൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനം നിങ്ങളോട് സംസാരിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളെപ്പോലും മായ്ച്ചു കളയും. ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് വരേണ്ടത്. ഇന്നലെ കിട്ടിയതിനേക്കാൾ ഒരു പടി കൂടിയുള്ള ഒരു അഭിഷേകവും നന്മയും ബോധ്യവും നിലപാടുകളുമാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ ഒരു പടി താഴേക്കല്ല നമ്മൾ ഇപ്പോൾ വളരുന്നത്. നമ്മൾ വളരുന്നത് ഒരു പടി മുകളിലേക്കാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാൻ പോവുകയാണ്. ഏത് വിഷയമൊക്കെയാണോ നിയോഗമായി സമർപ്പിച്ചിട്ടുള്ളത്, ആ വിഷയത്തിൽ ദൈവം ഇടപെടും. ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് സത്യമാണ്. എവിടെയെല്ലാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഉയർന്നത് നിരാശയുടെ കഥകളല്ല, അവിടെയെല്ലാം പ്രതീക്ഷയുടെ പുത്തൻ ഉണർവുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ നിമിഷങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരെയും, പ്രിയപ്പെട്ടവരെയും, ബന്ധുമിത്രാദികളെയും എല്ലാം ഒന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഈ ഒരു ശുശ്രൂഷ പല സാഹചര്യത്തിലിരുന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടതാണേലും വീണ്ടും അത് കേൾക്കാൻ കൊതിക്കുന്ന ലക്ഷോപലക്ഷം മനസ്സുകളുണ്ട്. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര പ്രാവശ്യം കേട്ടാലും വീണ്ടും ആ വചനം എന്നോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിനു മുമ്പ് 1000 പേര് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇത് 1001ാമത്തെ പ്രാവശ്യമായിരിക്കും കേൾക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇന്നു വരെ കേട്ടിട്ടില്ലാത്തൊരു ദൈവസ്വരം അതിനകത്ത് നിന്ന് കേൾക്കാൻ പറ്റും. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഉത്തരം തരാനുള്ള കഴിവുള്ള ഒരു ഭാഗമാണ് കണ്ണുനീര്. എവിടെയേലും വീഴുന്ന കണ്ണുനീരിനെ കുറിച്ചല്ല, ദൈവസന്നിധിയിൽ വീഴുന്ന കണ്ണുനീരിനെ കുറിച്ച്. ദൈവസന്നിധിയിൽ വീഴുന്ന കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമുണ്ട്. ആ കണ്ണുനീരിൽ നല്ല പുഷ്പങ്ങളൊക്കെ വിരിയും ഒരു കാലത്ത്. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണുനീരിൽ വിരിയുന്ന പുഷ്പങ്ങൾ, അങ്ങനെ ചില പുസ്തകങ്ങൾ വരെയുണ്ട്. കണ്ണുനീരിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന, കണ്ണുനീരിൽ പൂക്കൾ വിരിയും, അനുഗ്രഹങ്ങൾ വിരിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് ശേഖരിച്ച് വച്ചിട്ടുണ്ട്. കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ ആരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ? നിങ്ങളോടാണ് ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നത്. ഈ വചനം
കേവലം ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ സ്വരമായി കേൾക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തലമുറയിലും സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇന്നലെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ബൈബിൾ എടുക്കുക, അത് തുറന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കുക, ഒരു പേനയും ഡയറിയും എടുക്കുക, ഈ വചനം ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളോട് വ്യക്തിപരമായി പറയണം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. വചനം ഒരു വിത്താണ്, അത് വളരും. അത് നിങ്ങളെന്ന വ്യക്തി ജീവിതം തഴച്ചു വളരാൻ ഈ വചനം സഹായിക്കും നിങ്ങളെ. ആ വചനം ഒന്ന് വായിക്കുകയാണ്. യെശയ്യാ 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയില്ല. ദൈവത്തിൻ്റെ വാക്കാണ്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയില്ല. അടുത്ത വാക്യം, നിന്റെ വിലാപസ്വരം കേട്ട്, നിന്റെ സാധാരണ സ്വരം കേട്ടെന്നല്ല, നിന്റെ അകത്തെ ദുഃഖമുള്ള മനസ്സിൻ്റെ സ്വരം കേട്ട്, വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. നമ്മുടെ വിലാപസ്വരം കേട്ട് നാട്ടുകാരും കുടുംബക്കാരൊക്കെ നമ്മളോട് കാണിക്കുന്ന സഹതാപമാണ്. ദൈവം എൻ്റെ വിലാപസ്വരം കേട്ട് എന്നോട് കാണിക്കുന്നത് സഹതാപമല്ല. സഹതാപം എന്നോട് കാണിക്കുന്ന 100 പേരെൻ്റെ ചുറ്റുമുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കി, നിങ്ങളുടെ അവസ്ഥ കണ്ട് സഹതാപം പ്രകടിപ്പിച്ച അയൽവാസികളുണ്ട്, ബന്ധുക്കളുണ്ട്, ഫോൺ വിളിച്ചു പറഞ്ഞവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്. സഹതാപം. പക്ഷേ ഇതാ നിന്റെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല, കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരുളും. ഇത് നിനക്കായി ദൈവം അരുളി ചെയ്ത വചനമാണ്. നിന്റെ കുടുംബത്തോട് ദൈവം അരുളി ചെയ്ത വചനമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. ഒരാളുടെ ശരീരത്തൊരു വാൾ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, ജീവൻ പോകുന്ന വേദനയുള്ള ഒരു ഭാഗമാണ്, വേദനയുള്ള ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. ഒത്തിരി പേരും ഇതുപോലുള്ള അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. മനസ്സിലൂടെ ഹൃദയത്തിലൊരു വാൾ ഇരിക്കുന്ന അവസ്ഥ, കുത്തിക്കേറിയിരിക്കുന്ന ഒരു വാളിനെ പോലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങളും എല്ലാം കൊണ്ട് ഹൃദയത്തിനകത്ത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം, ഹൃദയത്തിലൊരു വാൾ കടന്ന പോലെ ഒരു അനുഭവം ഉള്ളവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകും. ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. കണ്ണുനീരിന്, അതും ദൈവസന്നിധിയിൽ വീഴ്ത്തുന്ന അല്ലെങ്കിൽ പൊഴിയുന്ന കണ്ണുനീരാണ്. അങ്ങനെ ഒരു കണ്ണുനീരിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീര് ആരെ ഓർത്താണോ കരഞ്ഞത്, എന്തിനെ ഓർത്താണോ കരഞ്ഞത്, അത് നിങ്ങൾക്കൊരനുഗ്രഹമായി മാറും. ആരെ ഓർത്താണോ കരഞ്ഞത്, എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞത്, എവിടെയെങ്കിലും കരഞ്ഞ കാര്യമല്ല കേട്ടോ. പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ സംഭവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു വിഷയത്തിൻ്റെ വേദനയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാമുറിയിൽ ഇരുന്ന് കരയുന്ന കണ്ണുനീരിന് അത്ഭുതം കൊണ്ടുവരാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ആയുധമാണ് കണ്ണുനീര്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും. ആ വാക്യം കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. എന്നെ കേൾക്കുന്നു, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്ത് 37-ാം അധ്യായം എടുത്ത് നിങ്ങളതിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ചിത്രകഥയിൽ എന്ന പോലെ സംഭവങ്ങളെല്ലാം മനസ്സിലാകും. ജോസഫ് ആരായിരുന്നു, എന്ത് സംഭവിച്ചു, എന്താണ് അനുഭവം, അത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപക്ഷെ അറിയാവുന്നൊരു ഭാഗമാണ്. എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കത് തുടങ്ങുമ്പോഴേ അടുത്ത താളിലേക്ക് മറിക്കും. കാരണം ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ കേട്ടിട്ട്, ഇതൊക്കെ എനിക്കറിയാമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനകത്ത് ചില മർമ്മങ്ങളുണ്ട്, ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദൈവസ്വരമുണ്ട് അതിനകത്ത്. ആ വാക്യത്തിലേക്ക് വരും. ജോസഫ് എന്ന വ്യക്തി, അപ്പൻ ജോസഫിനോട് പറഞ്ഞ്, സഹോദരന്മാരൊക്കെ ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ്, കുറച്ചു നേരമായിട്ട് അവരെ കാണണമെന്നില്ല, നീ പോയി അവർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നു. ജോസഫ് എന്ന വ്യക്തി മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി
അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് അങ്ങ് ചെല്ലുമ്പോൾ ദൂരെ വച്ച് തന്നെ തൻ്റെ സഹോദരന്മാർ കണ്ടപ്പോൾ അഭിപ്രായം എന്നാ പറഞ്ഞെന്നറിയാമോ? നമുക്കിവനെ കൊന്ന് കുഴിയിലെറിയാമെന്നാണ് പറഞ്ഞു. ഒരേ ചോരയുള്ളവർ, ഒരേ ചോരയിൽപ്പെട്ടവർ, കൂടപ്പിറപ്പ്, സ്വന്തം സഹോദരന്മാർ അന്നേരെ അവനെ എങ്ങനെ നശിപ്പിക്കണമെന്നാണ് ചിന്തിച്ചത്. കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിനെ അവർ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അതിനുശേഷം അവൻ്റെ വസ്ത്രം വലിച്ച് കീറിയെടുത്ത്, അതാണ് 37 അധ്യായത്തിൻ്റെ 29 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പിടികിട്ടും. കുഴിയിലിട്ടു. കുഴിയിലിട്ടതിന് ശേഷം അവനെ വീണ്ടും കയറ്റി അവൻ്റെ വസ്ത്രം വലിച്ചു കീറി. അതിനുശേഷം അവരൊരു ആടിനെ കൊന്നു. ആടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ ഈ വസ്ത്രം മുക്കി അപ്പൻ്റെ അടുത്തേക്ക് വളരെ പ്ലാൻഡായിട്ട് ഇവർ പോവുകയാണ്. ഇവർ നോക്കണം എത്രമാത്രം അന്നത്തെ കാലത്ത് എത്ര വക്രബുദ്ധിയോടെ ഒരാളെ തകർക്കാൻ വേണ്ടി എടുക്കുന്ന ചില നുണക്കഥകളൊക്കെ നെയ്തെടുത്തിട്ട് ഇവർ പറയുകയാണ്, നിൻ്റെ മകനെ ജോസഫിനെ കാണാനില്ല, അവനെ ഏതോ കാട്ടുമൃഗം, വന്യമൃഗം വലിച്ചു കീറി കാണും, അവൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി. അപ്പാ ഇത് നോക്കിക്കേ, ഇവൻ്റെ വസ്ത്രം തന്നെയാണോ നോക്കിക്കേ. അപ്പൻ ഈ വസ്ത്രം മേടിക്കുന്നു. അതിനുശേഷം ഒരു വലിയൊരു കരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് കരയുന്നുണ്ട് ആ മനുഷ്യൻ. ആ കരച്ചിലിന് ഞാനിടുന്ന പേര് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായി ഞാനതിനെ കാണുകയാണ്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച്, ഇത് വായിച്ചപ്പോൾ എഴുതി വെച്ച്, അത് കേവലം ഒരു മരണം നടന്നതിൻ്റെ പേരിലുള്ള കരച്ചിലായിട്ടല്ല എനിക്ക് തോന്നിയത്. ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചൊരു ഭക്തനെ പോലെ എനിക്ക് തോന്നി. ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ച് കേൾപ്പിക്കാം. 37 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തു ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈ നീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് അങ്ങയുടെ മകൻ്റെ ആണോ അല്ലയോ എന്ന് നോക്കുക. 33 വാക്യം. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു, ജോസഫിനെ അത് കടിച്ചു കീറി കാണും. യാക്കോബ് അപ്പൻ തൻ്റെ സ്വന്തം വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. ആദ്യം വായിച്ച വാക്യം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലേ? നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അതേ വിലാപം എന്ന വാക്ക് ജോസഫിൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് വിലപിച്ചു. കുറേ നാളിരുന്ന് ഈ മനുഷ്യൻ ഈ വസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. ജോസഫ് ആരെ ഓർത്താണോ ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത്, കരഞ്ഞത്, അത് വെറുതെ ആയില്ല. ആരെ ഓർത്താണോ ദൈവസന്നിധി. എന്നിട്ട് ഈ അപ്പൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ മകനെ കാണാൻ പാതാളത്തിലേക്ക് പോകും, ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടുമുട്ടും, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അപ്പനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതേലും ഒരു വിഷയത്തെ ഇതുപോലെ ഈ ജോസഫിൻ്റെ അപ്പൻ കരഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരാളാണോ, ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും നാളെ ഒരു സമയത്ത്. കാരണം നിങ്ങൾ എന്തിനെ ഓർത്താണോ ഇന്ന് കരയുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്, അത് ദൈവം കേട്ട് കരുണ കാണിക്കും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് സഹതാപം കാണിക്കുമെന്നല്ല, നിന്നോട് കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ 12-ാമത്തെ ദിവസം ദൈവം നിങ്ങളോട് വലിയൊരു കരുണ കാണിക്കുന്ന ദിവസമാകട്ടെ. ഈ അപ്പൻ ഇതുപോലെ ഇരുന്ന് കരഞ്ഞു. അടുത്ത വാക്യം 35 വാക്യം. അവൻ്റെ പുത്രന്മാരോ പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. നിങ്ങൾ ഓർക്കും, ഒരാളുടെ മനുഷ്യൻ്റെ ദുഃഖം, ആ അപ്പൻ്റെ മക്കൾ എല്ലാവരും കൂടെ വന്ന് സാരയില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ അപ്പനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്ര ഭീകരമായൊരു ദുഃഖത്തിലിരുന്ന് കരഞ്ഞു. ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത് തൻ്റെ ഒരു മകനെ ഓർത്താണ്. നിങ്ങൾക്ക് ഞാൻ ഇനി പ്രസംഗിക്കാതെ തന്നെ അറിയാം, ആ മകൻ നഷ്ടപ്പെട്ടു പോയോ? ആ മകൻ പട്ടുപോയോ? ആ മകൻ എവിടെയെങ്കിലും പെട്ടുപോയോ? എവിടെയും പെട്ടുപോയില്ല, എവിടെയും പട്ടുപോയില്ല, എവിടെയും നശിച്ചു പോയില്ല. ഈ അപ്പൻ ഇത്രയും ദൈവസന്നിധിയിൽ, ഞാൻ ആ കരച്ചിലിനെ കാണുന്നത് ഒരു ഭക്തൻ ദൈവസന്നിധി ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിൽ പറയാം, ആ ഒരു ദൈവസന്നിധിയിൽ ഇരുന്നുള്ള ഒരു കരച്ചിലായിട്ട് അതിനെ കാണുകയാണ്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ നിലവിളി. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്,
കാട്ടിലെ മൃഗങ്ങൾക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് ചോദിച്ചാൽ സിംഹത്തിനോ ആനയ്ക്കോ അല്ലെന്നാണ് പറയുന്നത്. പിന്നെയോ മുറിവേറ്റ മൃഗത്തിനാണ്. മുറിവേറ്റിട്ട് അത് വീണു പോകാത്ത, നല്ല ശരീരത്തിന് നല്ല മുറിവുള്ള മൃഗത്തിന് 3 ഇരട്ടി ശക്തിയായിരിക്കും, 4 ഇരട്ടി ശക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. മുറിവേറ്റ മൃഗം എപ്പോഴും അപകടകാരിയാണ്. അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തോട് ബന്ധമുള്ളൊരു ഭക്തൻ പറയുകയാണ്, മനസ്സിൽ മുറിവുള്ളവൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിൽ 1000 ഇരട്ടി ശക്തിയാണ്. മുറിവേറ്റ മൃഗത്തിന് 3-4 ഇരട്ടിയെ ശക്തിയുള്ളെങ്കിൽ മുറിവേറ്റ മനസ്സിൽ നിന്ന് ഉയരുന്ന വിലാപസ്വരത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണ്. നിങ്ങളും മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരാണോ, വേദനിക്കുന്നവരാണോ? നിങ്ങളും ഈ അപ്പനെ പോലെ, ഈ ഒരു പിതാവിനെ പോലെ പലരും ആശ്വസിപ്പിക്കാൻ നോക്കി, പലരും സാരമില്ലെന്ന് പറഞ്ഞു, പലരും ശരിയാകും, സാരമില്ല, റെഡിയാകും, നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറാത്തൊരു നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്കൊട്ടും കുറവ് വരാത്ത രീതിയിൽ നിങ്ങൾ അത്രമേൽ സങ്കടത്തിലിരിക്കുന്ന ഒരാളാണോ, വിഷമത്തിലിരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കൽ സന്തോഷിക്കാൻ ഇടവരും. നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനെ ഓർത്താ, ജോസഫിനെ ഓർത്താണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ചിലർ പറയും എനിക്കെൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അല്ല കരയേണ്ടത്, ദൈവസന്നിധിയിലേക്ക് വാ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറ്. നിങ്ങളോടുള്ള ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട ജീവിതത്തെ കൊടുത്ത് കരയുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങളുടെ മക്കളെയാണോ? നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനാണ്. അപ്പോഴാ മകന് വേണ്ടിയുള്ള ആ ഒരു വിലാപമാണ് ഇവിടെ അനുഗ്രഹമായി മാറാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു കണ്ണുനീരിൽ കണ്ണുനീരിൽ വിരിഞ്ഞൊരു പൂക്കൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ജോസഫ് തീർന്നുവെന്ന് പറഞ്ഞ സ്ഥലമാണ്, പക്ഷേ ആ മകൻ തീരുകയല്ല ചെയ്തത്. ആ കണ്ണുനീരിൽ വളർന്ന് ഈജിപ്തിലത് ഒരു വലിയ പുഷ്പമായി അതങ്ങ് വിരിഞ്ഞ് ഒരു രാജാവായി, ഒരു ഭരണാധികാരിയായി ഈ മനുഷ്യൻ മാറി. കണ്ണുനീരിൽ വിരിഞ്ഞൊരു പുഷ്പമാണ് ഈ കണ്ണുനീര്. ഈജിപ്തിൽ ഒരു പുഷ്പമായത് വിരിഞ്ഞ്, ഒരു പൂവായത് വിരിഞ്ഞ്. ശ്രദ്ധിച്ചു കേട്ടേ, ഈ അപ്പൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് കരഞ്ഞതുപോലെ നിങ്ങളും, ഇതിൻ്റെ വചനമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ കഥയോ എൻ്റെ ഒരു എക്സ്പീരിയൻസോ ഞാൻ വായിച്ച പുസ്തകത്തിലെ കഥയോ അല്ല പറയുന്നത്. നിങ്ങളുടെ തന്നെ വേദപുസ്തകത്തിലും ബൈബിളിലുമുള്ള അതേ കാര്യമാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കൂടുതൽ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ വാക്കുകൾ കൂടുതലായിട്ട് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനിരുന്ന് ഇങ്ങനെ അങ്ങ് കരയുകയാണ്. വല്ലാതിരുന്ന് കരയുമ്പോൾ അത് നഷ്ടമായില്ല എന്ന് വ്യക്തമാണ്. അതൊരിക്കലും പരാജയപ്പെട്ടില്ല. അതായത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എന്തിനെ ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്തിനെ ഓർത്ത് കരയുന്ന ആളാണേലും നഷ്ടപ്പെട്ട, ചിലർ പറയും എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ശപിച്ചും പ്രാഗിയും ഭ്രാന്തനെ പോലെ നാട് നീളെ നടക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വാ. ദൈവസന്നിധിയിലിരുന്ന് ഇതുപോലൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് 45-ാമത്തെ അധ്യായം എടുത്തു വായിക്കുമ്പോൾ, 45-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ജോസഫ് തകർന്ന് തരിപ്പണമായി എന്നല്ല എഴുതിയിട്ടുള്ളത്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് ആ മനുഷ്യൻ തകർന്നൊന്നുമല്ല. ആരെ ഓർത്താണോ കരഞ്ഞത് ആ വ്യക്തി അനുഗ്രഹമുള്ളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു. അത്ഭുതമായി മാറി. ഒരിക്കലും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഈ മനുഷ്യനെത്തി. കണ്ണുനീരിൽ അത്ഭുതകരമായ ഉത്തരവുണ്ട്, കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് അവനെ ഓർത്ത് പിന്നീട് 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. ഇതിനുശേഷം ഭയങ്കരമായൊരു സംഭവമുണ്ട്. ഈ ജോസഫ് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞ് കൊട്ടാരത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ വരെ ജോസഫ് എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ കരയുന്നതെന്ന് അറിയാൻ വേണ്ടി അയൽവാസികൾ ഓടിക്കൂടി. എന്താ ഇവിടുന്ന് ഒത്തിരി കരച്ചിൽ കേട്ടല്ലോ. അത് ജോസഫ് എപ്പോഴാണ് കരഞ്ഞെന്നറിയാമോ? കുഴിയിൽ കിടന്നുകൊണ്ടല്ല. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഒരു ഭരണാധികാരിയുടെ ഒരു ഇരിപ്പിടത്തിൽ, ഒരു കസേരയിൽ ഇരുത്തിയപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി. തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലുള്ള അകത്തെ മുറികളിൽ പോലും ജോസഫിൻ്റെ കരച്ചിൽ കേട്ടുവത്രേ. അപ്പോൾ അവർ ഓടി വന്നു, എന്താണോ ഇത്ര ഉച്ചത്തിൽ കരയാൻ കാരണമെന്ന്. ഈ 45-ാം അധ്യായം വായിക്കുമ്പോൾ അത് പിടികിട്ടും. 45-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, തൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും
ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. അവിടെ ഉള്ളവരല്ല, എവിടെ ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും, അവരുടെ വീടുകളും കൊട്ടാരമൊക്കെ അപ്പുറത്താണ്. അവർ പോലും കേട്ടു ഈ കരച്ചിലിൻ്റെ ഒച്ച. എന്തിനാ ഇത് കരഞ്ഞെന്നറിയാമോ? ഇത് വസ്ത്രം ഊരി പൊട്ടക്കിണറ്റിൽ കിടത്തപ്പം ജോസഫ് കരഞ്ഞപ്പം ഇത്രയും കരഞ്ഞില്ല. ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കണ്ണുനീര്, അപ്പൻ്റെ കണ്ണുനീര് നോക്കൂ, അത് ഏത് നിലയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന്. നിങ്ങളെ ആരെ ഓർത്താണോ, എന്തിനെ ഓർത്താണോ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്നത്, കരയുന്നത്, അതൊരത്ഭുതമായി മാറും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നിയോഗത്തോടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും. നിങ്ങളുടെ കണ്ണുനീരിന് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമുണ്ട്, അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അത് മറക്കരുത്. ജോസഫ് എവിടെ എത്തി? ജോസഫ് മരിച്ചുപോയപ്പോൾ അപ്പം പറഞ്ഞൊരു മരിച്ചുപോയി എന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ അവനെ പാതാളത്തിൽ പോയി കാണുമെന്ന്. 45-ാം അധ്യായത്തിൽ വായിച്ചു നിൽക്കുമ്പം ആരെ ഓർത്താണോ കരഞ്ഞത്, അവനെ പാതാളത്തിൽ വച്ചല്ല കണ്ടത്, അവനെ ഭരണാധികാരിയുടെ കസേരയിലിരിക്കുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലയിലാണ് കണ്ടത്. അപ്പോഴാണ് ഈ അപ്പൻ അത്ഭുതപ്പെട്ടത്. അപ്പോൾ ഈ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതോർത്തോ, എനിക്കിങ്ങനെ സംഭവിച്ചോർത്തോ വിഷമിക്കേണ്ട, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്, ദൈവമാണ് ഇങ്ങനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന വിലാപങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അതിശയിപ്പിക്കുന്ന പ്രതിഫലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. ഈ കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം കരുണ കാണിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരു കരുണ വെളിപ്പെടുത്തട്ടെ, അത്ഭുതങ്ങളെ ദൈവം വെളിപ്പെടുത്തട്ടെ, അടയാളങ്ങൾ ദൈവം സംഭവിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല, നിങ്ങളുടെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ജോസഫിൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ വിലപിച്ചു. അതിനെ ഞാനൊരു പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. ആ കരച്ചിലിനെ കേവലം ഒരു കണ്ണുനീരോ കരച്ചിലോ ആയിട്ടല്ല, ദൈവസന്നിധിയിൽ കരഞ്ഞൊരു കരച്ചിലായിട്ട് അതിനെ കാണുന്നു. ആ കരച്ചിൽ കൊണ്ട് ആരെ ഓർത്താണോ ഈ പിതാവ് കരഞ്ഞത്, ആരെ ഓർത്താണോ വിലപിച്ചത്, ആ മനുഷ്യൻ എവിടെയും നശിച്ചു പോയില്ല, പട്ടുപോയില്ല, പെട്ടുപോയില്ല. അവൻ വളരുകയാണ് ചെയ്തത്. വളർന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ദൈവം അവനെ അങ്ങ് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആരെ ഓർത്താണോ കരഞ്ഞത്, പിന്നീട് അതിശയിപ്പിക്കുന്ന നിലയിലെത്തി. നിങ്ങൾ ഇന്ന് എന്തിനെ ഓർത്താണോ കരയുന്നത്, എവിടെയെങ്കിലും കരയരുത്, എല്ലാവരുടെയും മുമ്പിലും കരയരുത്, ആരോടും എല്ലാം വിളിച്ചു പറയണ്ട. ദൈവസന്നിധിയിൽ നിങ്ങൾ വിലപിക്കുക. ദൈവസന്നിധിയിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കരയുക, പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ അവസ്ഥ പറയുക, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവസന്നിധിയിൽ പൊഴിക്കുക. അത് അത്ഭുതമായി മാറും. അതിലൂടെ ചില അനുഗ്രഹമുള്ള പുഷ്പങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും, വിരിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം അറിയുന്നു. ആരുടെ മുമ്പിലും കരഞ്ഞിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ കരയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ 1000 വട്ടം കരയുന്നുണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയായിരിക്കാം, ആകെ തകിടം മറിഞ്ഞൊരവസ്ഥയായിരിക്കാം. പുറമേ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലാണ് താങ്കളെന്ന് 1000 ആൾക്കാരും ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കും. നിങ്ങളുടെ കണ്ണുനീരിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചെതറി നിന്നിട്ടല്ല. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്.